Alina, you know we have witnessed many dance and song performances, but I wonder if there's anything different. That's right! Up next is a comedy skit planned by Susanna and Rachel. And I don't know about you, but I'm definitely looking forward for a good laugh. So sit back, relax, and please join me in welcoming Susanna and Rachel as they bring to life the Martha and Maria skit. In the story found in Luke chapter 10, verses 38 to 42, Jesus visits the home of two sisters, Martha and Mary. While Martha is restless with the preparations and serving, Mary calmly sits at Jesus' feet, listening to his teaching. Jesus gently tells Martha that Mary has chosen the better path by focusing on his words. This scene highlights Mary's peaceful and prayerful nature in contrast to Martha's active and restless disposition. Let us reflect on this story through a modern lens. Let's welcome them on stage, please. എനിക്കൊന്ന് സമാധാനമായിട്ട് യാത്ര ചെയ്യണം. അവളുടെ പാട്ട് സഹിക്കാൻ വയ്യ. എന്തൊരു അലമ്പാ പെണ്ണ്. ഓക്കെ ശരി, ഞാൻ ബസ് മാറ്റിയിട്ട് തരാം. താങ്ക് യു. ഇതെന്തൊരു കഷ്ടമാ. ഇത് എത്രാമത്തെ പ്രാവശ്യമാ ബസ്സിന്റെ ലിസ്റ്റ് മാറ്റണേ. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കൂടെ ഇരിക്കണ്ട, ഭർത്താവിന് ഭാര്യന്റെ കൂടെ ഇരിക്കണ്ട, ഇല്ലാത്ത തലമാന്റെ കൂടെ ഇരിക്കണ്ട. പറയൂ. അതെ, ഇതെന്താ ഫാമിലി ആയിട്ട് സ്റ്റേ ഇട്ടേക്കുന്നത്? ഭാര്യയുടെയും പിള്ളേരെയും കൂടുതൽ താമസിക്കാനായിരുന്നു ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങ് പിക്നിക്ക് പോയാൽ പോരായിരുന്നു. എന്തിനാ ചർച്ച പിക്നിക്കിന് വരുന്നത്? അയ്യോ, അത് ഫാമിലി ആയിട്ടായിരിക്കും എല്ലാവർക്കും കംഫർട്ടബിൾ എന്ന് വിചാരിച്ചിട്ടാ. എന്ത് കംഫർട്ടബിൾ? ഞങ്ങൾ ആണുങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പിക്നിക്കിന് വരുന്നില്ല. ഈ ചേച്ചി ഇത് എന്തെടുക്കുവാ? ഞാൻ ബൈബിൾ എഴുതുവാ. അതെന്തിന്? അത് സെയിന്റ് മേരീസ് ലീഗിന്റെ ഒരു പ്രോജക്റ്റാ. വചനം കയ്യിലെടുത്ത് കാണുകയും വായിക്കുകയും തൊടുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ബൈബിൾ ഹാൻഡ് റൈറ്റിംഗ് പ്രോജക്റ്റ്. ഈ ചേച്ചിക്ക് വേറെ ഒരു പണിയുമില്ല. ഇവിടെ മനുഷ്യന്റെ തലയിൽ 100,000 കാര്യങ്ങളാ. അപ്പോഴാ ചുമ്മാ നേരം കളയാൻ ബൈബിൾ കോപ്പി അടിക്കണം. ചേച്ചിക്ക് ഒരു പണിയുമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കുക. ചർച്ച് പിക്നിക്കിന്റെ ബസ് ലിസ്റ്റും സ്റ്റേ ലിസ്റ്റും ഒന്നും ഇന്നും സ്റ്റാർട്ടഡ് ആയിട്ടില്ല. ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. അതെ, നീ എന്തിനാ ഈ 100,000 കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്? ഷെടാ, ഇതൊക്കെ പള്ളിക്ക് വേണ്ടിട്ടല്ലേ. അന്ന് ദൈവം നിന്റെ അടുത്ത് പറഞ്ഞോ പിക്നിക്ക് നടത്താൻ? ചേച്ചി, ഇങ്ങനത്തെ ഫൺ ആക്ടിവിറ്റീസ് ഉള്ളോണ്ടാ എല്ലാരും പള്ളിയിൽ വരണേ. എപ്പോഴും ഈ പാട്ടും പ്രാർത്ഥനയും മാത്രമാണെങ്കിൽ ഇതൊക്കെ പൂട്ടിപ്പോകും. അതൊക്കെ നിന്റെ തോന്നല. പാട്ടും പ്രാർത്ഥന ഒക്കെ ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അതൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. ചേച്ചി, നമ്മൾ ഈ ഡിസ്കഷൻ ഒത്തിരി പ്രാവശ്യം കഴിഞ്ഞതാ. ചേച്ചിക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും എടുക്കാൻ വയ്യ. ബേസിക്കലി പണിയെടുക്കാൻ വയ്യ. അതിന് ചേച്ചി ഓരോ എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക. എടി പറ. Hey Martha, what are you wearing for the party tonight? എന്റെ ദൈവമേ, ഞാനത് മറന്നോ? What? എടാ, ഡോണ്ട് വറി.
let me get ready quickly. നിങ്ങൾ ഇങ്ങോട്ട് വരാമോ? Can pick me up? Okay. Hurry, okay? ചേച്ചി ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള കഴുകി തേച്ച ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ? We got a party tonight. അമ്മു and Eva are on the way. ഞാൻ few weeks ആയി ലോണ്ടറി ചെയ്തിട്ട് എവിടെ സമയം കിട്ടാനാ? ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ Hi, Auntie. What's up? ആ നിങ്ങളോ? നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങെത്തിയോ? നിങ്ങൾ ഇരിക്ക്. ആന്റി ഏത് ബുക്കാ വായിക്കണേ? ബൈബിൾ. ഓ ഐ സി. ചേച്ചി എപ്പോഴും നല്ല ക്വയറ്റ് ആണല്ലോ. What do you do for fun? I go for voluntary services. I meant something fun, something to laugh. Voluntary service is fun for me. I enjoy it. It's okay, Auntie. Hey, she's not our type. Just leave it. She's so boring. Girl, how could you forget about a party, yeah? I'm so sorry, girls. I had some stuff going on. You know, for church. Our party totally slipped my mind. Ugh, you and your church. അതെ നിങ്ങളൊന്ന് പോവാമോ? Sure, Sister Mary. എന്തൊരു ബോറിംഗ് ആണ് നിന്റെ സിസ്റ്റർ. I know, right? She's an auntie. Come on, let's play some music. Come on, turn the radio on. It's Friday night and I won't be long. Gotta do my hair, put my makeup on. It's Friday night and I won't be long till I hit the dance floor, hit the dance floor. I got all I need, morning got gas. അയ്യോ നിങ്ങൾക്ക് ഇത് എന്താ പറ്റി? ചേച്ചി we had an accident. എന്നിട്ട് മാർത്തേ are you okay? നല്ല പെയിൻ ഉണ്ട് ചേച്ചി. അയ്യോ പെരുക്കെ. ചേച്ചി എന്നാ ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് ആ ഓക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. ഞാൻ പ്രാർത്ഥിക്കാം. Get well soon. Thank you, JJ. You're so kind. അപ്പോ എങ്ങനെയാ മേഡം? ഇത് കുറച്ച് ടൈം എടുക്കുമ്പോ എന്നോട് കൂടുന്നോ ബൈബിൾ എഴുതാൻ? ഹലോ. ആ മാർത്തേ, നിനക്ക് ആക്സിഡന്റ് ആയെന്ന് കേട്ടല്ലോ. അവർ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ്. പിന്നെ പിക്നിക്കിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഞങ്ങൾക്ക് വേറെ ഒരു മെഡിക്കി കൊച്ചിനെ കോർഡിനേറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അവളെല്ലാം നിന്നേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളൂ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞു പോലെ. കണ്ടില്ലേ, അത്രേ ഉള്ളൂ. നീ വിഷമിക്കാതെ ഇതും കടന്നു പോകും. പ്രാർത്ഥിക്കാനും വചനം പഠിക്കുവാനും സ്വസ്ഥമായിട്ട് ഇരിക്കാനും
ദൈവം തന്നൊരു നല്ല സമയമാണെന്ന് കൂട്ടിക്കോ. This experience, this journey will shape you and mold your character. It will strengthen your faith and prepare you for what lies ahead. Let me read a Bible verse for you. Luke chapter 10, verses 41 to 42. Jesus answered her, Martha, Martha, you're worried and troubled over so many things, but just one is needed. Mary has chosen the right thing, and it will not be taken away from her.